കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിൽ ഇടം പിടിച്ച് ആനക്കര സ്വദേശി മുണ്ടർക്കോട് സ്വദേശി തെക്കൻപുരയ്ക്കൽ എം മോഹനാണ് അവാർഡിന് അർഹനായത്. 4.5 പതിറ്റാണ്ടിലേറെയായി കേരളത്തിനകത്തും പുറത്തും പറയൻതിറ, പൂതൻ, കരിങ്കാളി, തീക്കാളി, പന്തക്കാളി, ക്ഷേത്രപാലൻ ആട്ടം, മലവാഴിയാട്ടം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് ആനക്കര മുണ്ടർക്കോട് സ്വദേശി 59-കാരൻ മോഹനൻ കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത്. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോഹനൻ പറഞ്ഞു. നാടൻ കലാരൂപങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനായിട്ടുള്ളതാണ് ഒരു പുരസ്കാരം ലഭിച്ചുള്ളത്. നാടൻ കലകളിൽ ഒരുപാട് വർഷമായിട്ട് കുട്ടിക്കാലം മുതലെന്ന് പറയാം. ഞങ്ങൾ ഈ സമുദായത്തിൽ തന്നെ അങ്ങനെയാണ്. കുട്ടിക്കാലം മുതലേ ഇതിൻ്റെ ഒപ്പം നടന്നുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. പിന്നെ അതിനിപ്പോൾ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പോകാത്തത്. എല്ലാം പോകാറുണ്ട്. കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് ഞാൻ. ഈ നാടൻ കലകളായിട്ട് മെയിനായിട്ട് പറയന്തറ, പിന്നെ ക്ഷേത്രപാലനാട്ടം, കരിങ്കാളി, പന്തക്കാളി, പിന്നെ മലവാഴിയാട്ടം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അത് ഒരുപാട് കൊല്ലമായിട്ടിപ്പോൾ പൊറ്റമ്മൽ ഞങ്ങളാണിപ്പോൾ പൂരം നടത്തുന്നത്. അതിൻ്റെ കീഴ്ക്കാവിലെ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. ഇല്ല, ഈ പ്രാവശ്യമാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. ഇതുവരെ കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല. ഈ പോയ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഒരുപാട് കാലം മുന്നേ എനിക്ക് ജോലി കിട്ടണമെന്നതിൻ്റെ മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിലുണ്ട്. അത് ഇതുവരെ കേടുവരാതെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് അതിനൊരു ഉപകാരം ഉണ്ടായതും ഇങ്ങനെ ഒരു കൊടുക്കാനൊരു അവസരം ഉണ്ടായതും. തൃത്താല വൈദ്യുതി ഓഫീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇദ്ദേഹം പരമ്പരാഗത അനുഷ്ഠാന കലകളെ കൈവിടാതെ മുറുകെ പിടിച്ചതിനുള്ള അംഗീകാരം കൂടിയാണ് അവാർഡ്. ശാരദയാണ് ഭാര്യ, അഭിജിത്ത്, ആര്യ എന്നിവർ മക്കളാണ്. NCV ന്യൂസ്, തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.